ജലജീവൻ മിഷൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്തതായും കേന്ദ്ര ഫണ്ട് ലാപ്സായതുമൂലം പദ്ധതി താളം തെറ്റിയതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ അനൂപ് ജേക്കബ്, അൻവർ സാദത്ത്, പി കെ ബഷീർ, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അടിയന്തര പ്രമേയമായി വന്നിട്ടുള്ളത്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് പലതവണ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നഗരങ്ങളിൽ നിന്ന് ഗ്രാമീണ ജനതയുടെ ഇടയിലേക്ക് ശുദ്ധജല വിതരണം നല്ല നിലയിൽ നടത്തുന്നതിനാവശ്യമായ നടപടികളാണ് ഈ ജലജീവൻ മിഷനിലൂടെ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പദ്ധതിയുടെ ആരംഭം മുതലുള്ള എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു വരുന്നവരാണ് ഈ നിയമസഭയിലെ ഓരോ മെമ്പർമാരും. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഗ്രാമീണ ഭവനങ്ങളിലെ ശുദ്ധജലം ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ്റെ എണ്ണമെടുത്ത് പരിശോധിക്കുമ്പോൾ 17 ലക്ഷം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 17 ലക്ഷം കണക്ഷൻ കൊടുത്തിരുന്ന ഒരു സംസ്ഥാനത്ത് സസ്റ്റൈനബിളായി നമുക്ക് നല്ല ശുദ്ധജലം കൊടുക്കാൻ കഴിയത്തക്ക ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു പ്രോജക്റ്റ് സംസ്ഥാനം ഏറ്റെടുത്തത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതി കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 19 ലക്ഷം കണക്ഷൻ കൂടി കൊടുക്കാനായിട്ട് സാധിച്ചു. 17 ലക്ഷം കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ടാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധജലക്ഷാമത്തെ നേരിടേണ്ടി വരുന്ന സ്ഥിതി വരുമോ എന്ന ആശങ്കയൊന്നും ഒരു ഘട്ടം വരെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കാണിക്കുന്ന കണക്കുകളും ശുദ്ധജല ദൗർലഭ്യമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാ ഗ്രാമങ്ങളിലും പൈപ്പിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കിണറുകളെ മാത്രം ആശ്രയിച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നതുപോലെ ശുദ്ധജലം ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് 70% ആൾക്കാർ. അർബൻ മേഖലയിൽ ഉണ്ടായിരുന്ന സൗകര്യം ഗ്രാമീണ മേഖലയിലൂടെ വരാൻ പോകുന്നു എന്നുള്ളൊരു പുതിയ കാഴ്ചപ്പാടും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. എന്നാൽ ഇന്ന് കിണറിലെ വെള്ളവും അത്ര ശുദ്ധമല്ല, അതും പൊല്യൂട്ടഡാണെന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നല്ല ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കും കൂടി ഉപകരിക്കത്തക്ക വിധത്തിൽ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുക. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് രൂപം നൽകും. എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും സംസ്ഥാനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയറിനനുസരിച്ച് ആനുപാതികമായ ഷെയർ നൽകിക്കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കലാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനം ഇത്തരം കാര്യങ്ങളുടെ അലംഭാവം പുലർത്തുന്നതുകൊണ്ട് ഈ പദ്ധതിക്കൊരു ക്ഷീണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രിയപ്പെട്ട മെമ്പർമാരുടെ അടുത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആമുഖമായി ഞാനത് സൂചിപ്പിക്കുന്നത്. 2019-20 വർഷം നമ്മൾ തുടങ്ങിയ വർഷം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ആ കണക്കുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. 19-20 നമ്മളാകെ 125 കോടി രൂപ ചെലവഴിക്കപ്പെട്ടു. 20-21 621 കോടി രൂപ ചെലവഴിച്ചു. 21-22 2017 കോടി രൂപ ചെലവഴിച്ചു. 22-23 3483 കോടി രൂപ ചെലവഴിച്ചു. 23-24 2913 കോടി രൂപ ചെലവഴിച്ചു. ഈ സാമ്പത്തിക വർഷം 570 കോടി രൂപയും കൂടി ചെലവഴിച്ചത് നോക്കുമ്പോൾ 9730 കോടി രൂപ ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ചിടത്തോളം 23-24 സാമ്പത്തിക വർഷത്തെ കേന്ദ്രം അനുവദിച്ച തുക ലാപ്സാക്കി എന്ന വാക്കാണ് ഞാനിതിൽ ശ്രദ്ധിച്ചത്. അങ്ങനെ ലാപ്സാകേണ്ട ഒരു കാര്യമില്ല. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലല്ല ഈ പദ്ധതി ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. ഇതൊരു മിഷൻ മോഡ് പ്രോജക്റ്റാണ്. ഈ മിഷൻ മോഡ് എന്ന നിലയിൽ കേന്ദ്ര ഷെയറിനൊപ്പം സംസ്ഥാന ഷെയർ കൊടുത്ത് ആ കാലാവധി വരെ ഇത് മുന്നോട്ട് പോകാനും ഈ പണം ഉപയോഗിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ കാണേണ്ടതായിട്ടുള്ളത് 23-24 നമുക്ക് ലഭിച്ച ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ഫസ്റ്റ് ട്രെഞ്ച്
335.659 കോടിയായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ് ഷെയർ 327.75 കൊടുത്തു. എന്നാൽ സെക്കൻഡ് സ്ട്രെഞ്ചിലെ 335.59 കോടി 31/10/2023 നമുക്ക് ലഭിച്ചപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഷെയർ 11/12/23 327.95 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവായി. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടൽ എന്താ ഏറ്റുമുട്ടൽ? നമ്മുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായൊരു സ്ട്രഗിളിങ് വന്ന സമയത്ത് അത്തരം വിഷയങ്ങൾ അതിജീവിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു. കേന്ദ്രം നമുക്ക് നൽകേണ്ട വിഹിതം സമയബന്ധിതമായി നൽകാതെ വന്നതുമൂലം നമ്മൾ നേരിട്ടൊരു ബുദ്ധിമുട്ട് അത് ഈ സംസ്ഥാനത്തെ പൊതുവെ ബാധിച്ചു. എന്നാൽ 24-25 ആയപ്പോൾ ആ ചിത്രം വീണ്ടും ഈ സാമ്പത്തിക വർഷം അനുവദിച്ച സെൻട്രൽ ഷെയറിനനുസരിച്ചുള്ള വിഹിതം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് വിതരണം ചെയ്ത് കഴിയുന്നു. അടുത്ത സെൻട്രൽ ഷെയർ നമ്മൾ വീണ്ടും മൂവ് ചെയ്യുകയാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ കാണേണ്ട കാര്യം 23-24 671 കോടി രൂപയാണ് സെൻട്രൽ ഷെയർ. എന്നാൽ ആ ഘട്ടത്തിൽ സംസ്ഥാനം 1207 കോടി രൂപ ഈ സംസ്ഥാനത്ത് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാളേറെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ചില സാമ്പത്തിക വർഷവും ചില ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഏറ്റക്കുറച്ചിലുണ്ടാകാം എന്നുള്ളത് ഒഴിച്ചാൽ ഈ എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമം ഒരിക്കലും പാഴാകുന്ന പ്രശ്നമില്ല. ഇത് പരസ്പരം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ഒരിക്കലും പണം ലാപ്സായി പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഷെയർ കൊടുക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ വരാതെ നോക്കുകയും പുതിയ മാർഗം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാപ്സായി എന്ന വാദഗതി ശരിയാണ് എന്നൊരു ബോധ്യമില്ല. രണ്ടാമതൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഷെയർ ശതമാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. 38.86% മാത്രമാണ് പൂർത്തിയായത്. അത് ശരിയായ കണക്കല്ല. നമ്മളെ സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് അന്നത്തെ സമയത്ത് നമുക്ക് 23.5% ആണ് സംസ്ഥാനത്ത് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കണക്ക് 54.5%. അതല്ലേ കാണേണ്ടത്? ഇത് ജലശക്തി മിഷൻ്റെ കണക്കാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് കാണരുത്. നമ്മൾ ഈ കാര്യങ്ങളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യമായി തന്നെ കാണണം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ 75% നാഷണൽ ആവറേജ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ 40%-ലേറെ മൈക്രോ പ്രോജക്ട്സിലൂടെ വെള്ളം കൊടുത്ത് സസ്റ്റൈനബിൾ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കവറേജ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കണക്ക് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് 23.5% നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് 54% മാത്രമല്ല, പുതിയ വെള്ളം കൊടുക്കേണ്ട പദ്ധതികൾ ഓൺഗോയിങ് നിൽക്കുകയാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലേക്ക് എത്താൻ കഴിയുന്നത്. വരുന്ന 1.5 വർഷക്കാലം കൊണ്ട് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കുകയാണ് ആവശ്യം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും പലതവണ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് എന്നുള്ളതുകൊണ്ടും എല്ലാ മേഖലയിലും എല്ലാവരും ഇതിനോട് താതാത്മ്യപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടും ഇക്കാര്യം ഈ ഗൗരവത്തോടു തന്നെ കണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് നീക്കങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പോരായ്മകൾ പരിഹരിച്ചു പോകാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി പദ്ധതിയെക്കുറിച്ചും പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല. പ്രധാനപ്പെട്ട പദ്ധതിയാണ്. പദ്ധതിയുടെ പ്രാധാന്യവും ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധിക്കും അറിയാം. സാറ്, ഇവിടുത്തെ ഈ ജലജീവൻ മിഷൻ പദ്ധതി ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന വീഴ്ചകളാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സാറേ, ഈ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് കുടിവെള്ളം ലഭിക്കാത്ത വലിയ സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഇന്ന് നിലനിൽക്കുകയാണ്. നമ്മളെല്ലാവരും കരുതിയിരുന്ന ഈ ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണമായും ശുദ്ധജലം എത്തിക്കാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കരുതിയിരുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി ഈ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും സാമ്പത്തിക അരാജകത്വം കൊണ്ടും ഇന്ന് കേരളത്തിൽ നിശ്ചലമായി പോകുന്ന ഗുരുതരമായ സാഹചര്യം ഇന്ന് ഉടലെടുത്തിരിക്കുകയാണ്. സാർ, ഈ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ശുദ്ധജലം ലഭിക്കാത്തതിൻ്റെ പേരിൽ പലതരത്തിലുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കേരളത്തിൽ ശുദ്ധജലത്തിനായി മണിക്കൂറുകളോളം വണ്ടി വെള്ളത്തിനായി കാത്തിരിക്കുന്നവർ ഇന്നും ഈ കേരളത്തിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗൗരവം ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഈ പദ്ധതി 2019 ഈ പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു വർഷം വൈകി 2020 ഒക്ടോബറിൽ
ഗവൺമെൻറ് ഈ പദ്ധതിയുടെ ഭാഗമാവുന്നു. 2020 ഒക്ടോബറിൽ ഈ പദ്ധതിയിൽ ധൃതി പിടിച്ച് സംസ്ഥാനം ഈ പദ്ധതിയുടെ ഭാഗമാവുമ്പോൾ അവർ ചെയ്തത് 5-8 വർഷം മുന്നുള്ള ചില പ്രൊജക്റ്റുകൾ, പഴയ പ്രൊജക്റ്റുകൾ പൊടി തട്ടിയെടുത്ത് പുതിയ സർവേകൾ പോലും നടത്താതെ ഗൂഗിൾ മാപ്പിങ്ങിലൂടെ നടപ്പിലാക്കി അതിൽ ജലജീവൻ മിഷനിൽ വെച്ച് അനുമതി വാങ്ങിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവിടെ തന്നെ ഈ പദ്ധതി ആദ്യം തന്നെ പാളി. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പുതുതായിട്ട് 19.5 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഈ കണക്ഷൻ കൊടുത്തത് എവിടെ നിന്നാണ്? നിലവിലുള്ള പദ്ധതികളിൽ നിന്ന്, നിലവിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന്, നിലവിലുള്ള ടാങ്കുകളിൽ നിന്നാണ്. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി. 6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിൻ്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. സാർ ആദ്യത്തെ 2 വർഷം ഈ പദ്ധതി കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ 2023 മുതൽ ഇത് തകിടം മറിയുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ മന്ത്രി തന്നെ പറഞ്ഞു ഫണ്ട് ലാപ്സ് ആയില്ല എന്ന്. അങ്ങ് നൽകിയ മറുപടിയിൽ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് അങ്ങ് തന്നെ ഈ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഫണ്ടിന് ആനുപാതികമായ തുക ഗവൺമെൻറ് അറിയാലോ, 15 ദിവസത്തിനുള്ളിൽ നോഡൽ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കണം. ആ 15 ദിവസം കൊണ്ട് എത്തിക്കേണ്ട തുക 3 മുതൽ 5 മാസം വരെ വൈകിയാണ് നിങ്ങൾ സ്റ്റേറ്റ് ഷെയർ വെച്ചത്. സാർ അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ അടക്കം കൊടുക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വിഹിതം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി തന്നെ ഈ നിയമസഭയിൽ നൽകിയ മറുപടിയിലുണ്ട്. അതായത് കേന്ദ്ര ഫണ്ട് ലാപ്സായി എന്നല്ലേ എൻ്റെ അർത്ഥം. സാറേ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ധൃതി പിടിച്ച് ജലജീവൻ മിഷന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് മാറ്റി. അവിടെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ PFMS അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവിടെ നഷ്ടപ്പെട്ടത് ഏകദേശം 300 കോടി രൂപയാണ്. ഗവൺമെൻറ് തന്നെ നൽകിയ മറുപടിയിൽ 2021-22 മുതൽ 24-25 നടപ്പ് സാമ്പത്തിക വർഷം വരെ കേന്ദ്രം അനുവദിച്ച വിവിധ ഫണ്ടുകളിൽ നിന്ന് 5% തുക വിനിയോഗിച്ചിട്ടില്ല എന്ന് ഗവൺമെൻറ് തന്നെ നൽകിയ മറുപടിയിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സാർ, ഇവിടെ നമുക്ക് അർഹതപ്പെട്ട തുക കൂടുതൽ വാങ്ങിച്ചെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ 4 വർഷം ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് സ്റ്റേറ്റിന് ലഭിക്കേണ്ട കൂടുതൽ വിഹിതം വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു എന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പം നമുക്ക് ലഭിക്കേണ്ട തുക, അർഹതപ്പെട്ട തുക നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായി. സാർ, ഇവിടെ ഇപ്പോൾ 2024-25 ഈ പദ്ധതി കടക്കുകയാണ്. യഥാർത്ഥത്തിൽ 2024 മാർച്ചിൽ ഈ പദ്ധതി അവസാനിച്ചു. 2025 ഈ പദ്ധതി ദീർഘിപ്പിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് കിട്ടിയോ ഇല്ലയോ എന്നും ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ 1949.36 കോടി രൂപ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഈ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റിൽ ഏകദേശം 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാർ, ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണ തോതിൽ പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ വിഹിതം നൽകിയാൽ തന്നെ സ്റ്റേറ്റ് ഷെയർ 15,000 കോടി രൂപ ഇനി അധികമായി കണ്ടെത്തി ഇതിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ സമയപരിധിക്കുള്ളിൽ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സാർ, പുതിയ പദ്ധതികൾ ഒന്നും തന്നെ കോൾ ഫോർ ചെയ്യരുത്. 2024 മാർച്ചിന് ശേഷം വരുന്ന ഒരു പദ്ധതികളും ഇതിലേക്ക് ഉൾപ്പെടുത്തുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ടെൻഡർ വാട്ടർ അതോറിറ്റി വിളിക്കുന്നവരെ ജലജീവനിലേക്ക് ഉൾപ്പെടുത്താനോ ആണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? സാർ, ഭൂമി ഏറ്റെടുക്കുന്നത് വൈകി എന്നുള്ളതാണ് ഗവൺമെൻറ് ഒരു ആക്ഷേപമായി ഉയർത്തിയത്. ഈ പദ്ധതി വൈകാനുള്ള കാരണങ്ങളിലൊന്നായി. സാർ, ഈ ഭൂമി ഏറ്റെടുത്ത ആരാണ്? പഞ്ചായത്തുകാരാണ് ഏറ്റെടുക്കേണ്ടത്. ചില പഞ്ചായത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്, ചില പഞ്ചായത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ചില പ്രായോഗിക പ്രശ്നങ്ങൾ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് സാർ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ലാൻഡ് അക്വിസിഷൻ ഇനിഷ്യേറ്റീവ് വേണം. ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് പോകണം. അല്ലാതെ ഇത്തരത്തിലുള്ളൊരു മറുപടി അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇതിൻ്റെ ഇടയിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ ഇതിൻ്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ക്രമക്കേടിനെ സംബന്ധിച്ച് വകുപ്പ് തല വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. അതിന് ചീഫ് എഞ്ചിനീയർക്കും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കും അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല എൻക്വയറി നടക്കുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിൻ്റെ സുതാര്യത പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ കരാറുകാർക്കുള്ള വലിയ കുടിശ്ശിക, അത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം അവർ നിവേദനവും പരാതിയൊക്കെ ആയിട്ട് വന്നിട്ട് 3,500 കോടി രൂപയുടെ കുടിശ്ശികയാണ് വിവിധ കരാറുകാർക്ക് ഇപ്പോൾ കിട്ടാനുള്ളത്. 19 മാസത്തെ കുടിശ്ശിക മെയിൻ്റനൻസ് കരാറുകാർ കൊടുക്കാനുണ്ട്. മെയിൻ്റനൻസ് കരാറുകാർ ആരാ? ചെറുകിട കരാറുകാർ. അവിടെ നാട്ടിലൊക്കെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ നേരിട്ട് വിളിക്കുന്ന കരാറുകാർ. 19 മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അവരോട് പറഞ്ഞത്, വെള്ളക്കരം ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളുടെ കുടിശ്ശിക തീർത്തു തരാം. ഏതാ? പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയാൽ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അതേ നമ്പർ തന്നെയാണ് ഇതിനകത്തേക്ക് കിട്ടുന്നത്. പക്ഷേ അവസാനം സംഭവിച്ചത് എന്താ? ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. 95 കോടി രൂപയോളം ഇതിൻ്റെ രീതിയിൽ വാട്ടർ അതോറിറ്റിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ കുടിശ്ശിക അവിടെ തന്നെ നിൽക്കുകയാണ്.
സാറേ, വാട്ടർ അതോറിറ്റിക്ക് 1352 കോടി രൂപയോളം വിവിധ ഇനങ്ങളിൽ കുടിശ്ശികയായി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വിവിധ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നും ഒപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചു കിട്ടാനുണ്ട്. ആ തുക പിരിച്ചെടുക്കുന്നതിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നുവെങ്കിൽ ഈ അന്യായമായ ചാർജ് വർധന ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഇവർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, സകല ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ മേൽ സർവീസ് ചാർജുകൾ കൂടി വർദ്ധിപ്പിച്ച് ഇരുട്ടടി നൽകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ജനങ്ങളോടുള്ളത് സാർ? ഈ ചാർജ് വർദ്ധിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയുന്ന സാഹചര്യം അതും ഉണ്ടായിട്ടില്ല സാർ. ഇപ്പോൾ വന്നു എന്താണ് അവസ്ഥ? കേരളം ഈ പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നിലായിരിക്കുന്നു രാജ്യത്ത്. 33 പദ്ധതികൾ പരിപൂർണമായും നിശ്ചലമായിരിക്കുന്നു. പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഈ പദ്ധതി ഏറെ അവതാളത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നു. റോഡുകളുടെ അവസ്ഥ എന്താണ്? ഇവിടെ ഇരിക്കുന്ന 140 MLA-മാരെ സംബന്ധിച്ച് ഓരോ ദിവസവും കേൾക്കുന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്നാണ് സകല പഞ്ചായത്ത് റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സകലതും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഭരണാനുമതി ലഭിച്ച ആദ്യത്തെ 1, 2, 3 പദ്ധതികളിൽ രജിസ്ട്രേഷൻ എമൗണ്ട് ഇല്ല എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. അതിനിവർ പറഞ്ഞിരിക്കുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ അൺടൈഡ് ഗ്രാൻഡ് ഉപയോഗിക്കുവാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ? പഞ്ചായത്തുകളുടെ അവസ്ഥ എന്താണ്? പഞ്ചായത്തുകളെ ഞെക്കി പിഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, അതിൻ്റെ ഇടയിലാണ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊട്ടിച്ചിരിക്കുന്ന റോഡുകൾ നവീകരിക്കാൻ ഈ ഫണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. സാർ, ഏകദേശം 30 മുതൽ 40 കിലോമീറ്റർ മിനിമം പഞ്ചായത്ത് റോഡ് പൊളിച്ചിട്ടുണ്ട്. ചില പഞ്ചായത്തിൽ 80 കിലോമീറ്റർ വരെ പൊളിച്ചിട്ടുണ്ട്. 3 കോടിക്കൊക്കെ മിനിമം തുക അതിനുവേണ്ടി വരുന്നു എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവിടെ എങ്ങനെ ഈ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും? ശരി, 4ഉം 5ഉം പദ്ധതികളിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിയിൽ റെസ്റ്റോറേഷൻ എമൗണ്ട് ഗവൺമെൻറ് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പൊളിച്ച റോഡുകളിലും റെസ്റ്റോറേഷൻ ഉണ്ടാവുന്നില്ല. ആ റോഡുകളും ഇതേ നിലയിൽ തകർന്നു കിടക്കുന്നു. PWD റോഡുകളുടെ അവസ്ഥയും സമാനമാണ്. PWD റോഡിൽ പിന്നെ ഫണ്ട് വെച്ചാൽ മാത്രമേ അത് എക്സ്കവേറ്റ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഫണ്ട് അനുവദിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും റെസ്റ്റോറേഷൻ എമൗണ്ട് കെട്ടിവെച്ച റോഡുകൾ പോലും നവീകരിച്ചിട്ടില്ല. ആലുവ മൂന്നാർ റോഡ് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട റോഡുകളാണ് ആലുവ പെരുമ്പാവൂർ റോഡ്. ഇതടക്കമുള്ള റോഡുകൾ തകർന്നു കിടക്കുകയാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലടക്കം എത്രയോ പ്രദേശങ്ങൾ പൊതുമരാമത്ത് റോഡുകൾ തകർന്നു കിടക്കുന്നു. ഈ പഞ്ചായത്ത് റോഡുകൾ എങ്ങനെ നവീകരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സാർ. ഈ റോഡുകൾ ഈ കുഴികളിൽ വീണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവസാനം ഇപ്പോൾ പൈപ്പിലൂടെ വെള്ളവും ഇല്ല, റോഡുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഓരോ ജനപ്രതിനിധിയും ജനങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. സാർ, അടിയന്തരമായി ഈ റോഡുകൾ റിസ്റ്റോർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങണം. സാർ, ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നു എന്ന ഗൗരവം ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഏകദേശം 44,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി അതിൻ്റെ കൃത്യമായ നിലയിൽ അതിലേക്ക് ഒരു ഹോംവർക്ക് ചെയ്ത് കടന്നു വരാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അകത്ത് ഈ പദ്ധതിയിലേക്ക് ഇവർ വരാൻ 2020 വൈകി ആരംഭിച്ചത്, ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് നൽകിയതിനെ സംബന്ധിച്ച്, പ്രൊജക്റ്റുകൾ വെച്ചതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം, ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതിരുന്ന കരാറുകാർക്കുണ്ടായിരിക്കുന്ന കുടിശ്ശിക, സ്റ്റേറ്റ് വിഹിതം കൃത്യമായി നൽകാൻ കഴിയാത്ത അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അടുത്ത ഒരു 40 വർഷത്തേക്ക് നമ്മൾ വിഭാവനം ചെയ്തിരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുമെന്നൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന നിലയിൽ ശൈശവ ദശയിൽ തന്നെ ഈ പദ്ധതിയെ ഈ ഗവൺമെൻറ് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. സാർ, ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. കാരണം കുടിക്കാനുള്ള വെള്ളം ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. ഞാൻ പ്രമേയ അവതാരകൻ്റെ സംസാരം കേട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ചിന്തിച്ചത്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്, സമ്പൂർണ്ണമായും കുടിവെള്ളം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ പദ്ധതി ഈ സംസ്ഥാനം അതിന് നല്ല പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുക. MLA-മാരായിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഉണ്ടെങ്കിൽ പറയാം, എവിടെയാണ് ഈ പദ്ധതി താളം തെറ്റിയത്? സമ്പൂർണ്ണമായി കുടിവെള്ളം കൊടുക്കുക തന്നെ ചെയ്യും, ഒരാക്ഷേപം ഉണ്ടാവില്ല. അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ആ പ്രവർത്തികൾ പോകുന്ന ഘട്ടമാകുമ്പോൾ ചില ബുദ്ധിമുട്ട് വരും. റോഡ് പൊളിക്കാതെ ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി വേറെ ഒരു മാർഗവും ആവിഷ്കരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയില്ല. പിന്നെ പുതിയ കണക്ഷൻ കൊടുത്തു. നിലവിലുള്ള സിസ്റ്റത്തിൽ നല്ലേ ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ കൂടി അല്ലാതെ എങ്ങനെയാണ് പുതിയ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ആരംഭിച്ച പദ്ധതികൾ പണി പൂർത്തിയാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിയും എന്നല്ലാതെ ഒരു പദ്ധതി ആരംഭിക്കുന്ന ദിവസം തന്നെ വേറെ കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ? അന്ന് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താ? നമുക്ക് സംസ്ഥാനത്ത് ഇത്രയും MLD വാട്ടർ പുതിയതായിട്ട് കൊണ്ടുവരാൻ കഴിയും, അതുകൊണ്ട് ആശങ്ക വേണ്ട, ഇത് തീരുമ്പോൾ
ആ റിസർവായി ഇരുന്ന സ്ഥലത്തെ കുറേ കൂടി കണക്ഷൻ കൊടുത്ത് ആൾക്കാർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുത്തു. തെറ്റായിപ്പോയോ? അവിടെയാണ് ചില പ്രശ്നം പറഞ്ഞത്, വെള്ളം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം. അത് പരിശോധിക്കും. വെള്ളം കിട്ടാത്ത ഒരു കൺസ്യൂമർ പോലും ഒരു പൈസയും വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കേണ്ടതില്ല. അത് കൃത്യമായി പരിശോധിച്ച് നോക്കാനുള്ള എല്ലാ ക്രമീകരണവും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമ്പൂർണ്ണമായി ഇനി വണ്ടിയിൽ വെള്ളം കൊടുക്കുന്നു. നമ്മൾ കണ്ട കാലം മുതൽ വണ്ടിയെ വെള്ളം കൊടുക്കുന്നില്ലേ? ഏത് കാലത്താണ് വണ്ടിയെ വെള്ളം കൊടുക്കാതിരുന്നത്? വേനൽക്കാലം ആകുമ്പോഴും കൊടുക്കും. ഇപ്പോൾ സമീപകാലത്ത് ഈ അസംബ്ലി തന്നെ പറഞ്ഞില്ലേ, ഒരു സബ്മിഷൻ കൊണ്ടുവന്നില്ലേ, കടൽ തീരത്ത് കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴും വണ്ടിയിൽ വെള്ളം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ പെർമിഷൻ കൊടുക്കണമെന്ന് ഈ അസംബ്ലിയിലല്ലേ സബ്മിഷൻ വന്നത്? അത് കൊടുക്കേണ്ടി വരും. എമർജൻസി ഘട്ടങ്ങളിൽ അത്തരം ജോലികൾ ചെയ്യുന്നത് തെറ്റാണോ? അപ്പോൾ വണ്ടിയിൽ വെള്ളം കൊടുക്കുന്നതിന് സമ്പൂർണ്ണമായാൽ പോലും പ്രകൃതി ദുരന്തങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായാൽ, പൈപ്പ് തകർന്നു പോയാൽ, കേടുപാടുണ്ടായാൽ അത് കൊടുക്കേണ്ടി വരും. അതിനൊന്നും ഒരു ആക്ഷേപമായി കാണേണ്ട സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ലാപ്സായി എന്ന് ഞാൻ പറഞ്ഞത്, ലാപ്സാകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ് തന്ന വിഹിതം നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നല്ലേ അർത്ഥം. എന്നാൽ നേരെ മറിച്ചൊരു മിഷൻ മോഡിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കൊടുക്കുന്ന ബില്ല് തതുല്യമായ തുക തരുമല്ലേ? നമ്മൾ കൊടുത്താൽ വീണ്ടും അവർ തുക തരും. അതിനിപ്പം വീണ്ടും നമ്മൾ ആ തുക ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിലൊന്നും തർക്ക വിഷയമില്ല. ആ തുക കൊടുക്കേണ്ടതും കേന്ദ്ര ഗവൺമെൻറ് വിഹിതം മേടിക്കേണ്ടതും ഈ പണി പൂർത്തിയാക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ഇവിടെ കാണുന്ന മറ്റൊരു വിഷയം എന്താ? ഇപ്പോൾ വാട്ടർ ചാർജിനെ കുറിച്ച് സൂചിപ്പിച്ചു. കോൺട്രാക്ടേഴ്സിന് പണം കൊടുക്കാനുണ്ട്. നമ്മൾ ചാർജ് പറഞ്ഞു വന്നപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ കണ്ടു. ഒരു പൈസ കൂട്ടിയെന്ന് പറഞ്ഞ ഘട്ടത്തിലും നമ്മൾ രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ അതിനെ പ്രതിരോധിച്ചു. വസ്തുതയിലൂടെ മനസ്സിലാക്കണ്ടേ? വാട്ടർ അതോറിറ്റിയുടെ ശമ്പളം, പെൻഷൻ, മെയിൻ്റനൻസ് ഇതെല്ലാം വാട്ടർ അതോറിറ്റി അല്ലേ കൊടുക്കുന്നത്? അതിനാവശ്യമായ ഒരു ധനസമാഹരണം ഉണ്ടോ നമുക്ക്? വാട്ടർ ചാർജ് വർദ്ധനവിന് മുമ്പ് പ്രതിമാസ വരുമാനം 55 കോടിയായിരുന്നു. ഇപ്പോൾ അത് 95 കോടിയായി ഉയർന്നു. ശമ്പളവും പെൻഷനും കൂടാതെ ONMൽ ഏതാണ്ട് 8-10 കോടി രൂപ പ്രതിമാസം കൊടുക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അരിയേഴ്സ് ഉണ്ട്, കൊടുക്കേണ്ടത് തന്നെയാണ്, അത് കൊടുക്കും. കടുത്ത വേനൽ സമയത്തും ഈ ONM നമുക്ക് ചെയ്യാൻ കഴിയാതെ ചില ബുദ്ധിമുട്ടുകളൊക്കെ രൂപപ്പെട്ടു. ഞാൻ കോൺട്രാക്ടേഴ്സിനോട് സംസാരിച്ച് സഹകരിക്കണം, ഈ പണം തരാതിരിക്കല്ലോ. അതുകൊണ്ട് ലഭ്യമായ തുകയെ അനുസരിച്ച് ആ പണം കൊടുക്കുന്നുണ്ട്. അത് കുറേ കൂടി ദ്രുതഗതി കൊടുത്ത് തീർക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. ചാർജ് വർദ്ധനവിന് ശേഷമുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കണ്ടേ? 1 കിലോ ലിറ്റർ വെള്ളം ഉപഭോക്താവിന് നൽകുമ്പോൾ ചാർജ് വർദ്ധനവിന് ശേഷവും 5 രൂപയുടെ നഷ്ടം ഇപ്പോഴും നൽകിയിട്ടുണ്ട്. ഇത് നടത്തിക്കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകണേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം മറികടക്കാൻ ജലവിതരണ രംഗത്ത് പുതിയ മാർഗം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുക. നോൺ വാട്ടർ റവന്യൂ രൂപപ്പെടുത്താവുമെന്ന് ശ്രദ്ധിക്കുകയാണ്. പരമ്പരാഗതമായിട്ടുള്ള ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക വരുമാന മാർഗം രൂപപ്പെടുത്താവോ എന്നുള്ള നിലയിലും കൂടി പ്രകൃതിയുടെ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് കണ്ടെത്തി അതിനുള്ള ക്രമീകരണത്തിലേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനും കൂടി ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ റോഡുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലെടുത്ത് നോക്കിയാൽ റോഡുകളുടെ പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബന്ധപ്പെട്ട പ്രശ്നം അതാണ്. ഞാൻ ജലജീവനുമായി ബന്ധപ്പെട്ട് 2-3 റിവ്യൂ നടത്തി. MLAമാരെല്ലാം എല്ലാ ജില്ലകളിലും പങ്കെടുത്തു. എല്ലാവർക്കും ഇതിനാവശ്യമായ കത്തുകൾ അയച്ചു. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെനിക്ക് മറുപടി അയച്ചു ഞാൻ ഓർക്കുന്നു. ഇതൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLAമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വന്ന മീറ്റിംഗിൽ പങ്കെടുത്ത് ഞാൻ ഓർക്കുന്നു. അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉത്തരവാദിത്വപൂർവ്വം ഇത് നിറവേറ്റുക. ഏതാക്ഷേപം ഉണ്ടെങ്കിലും MLA പറയുന്ന ഒരു ആക്ഷേപവും പരിഗണിക്കാതിരുന്നിട്ടില്ല. അവിടെ അതിനാവശ്യമായ നടപടിക്ക് ഒരു നോഡൽ ഓഫീസറായിട്ട് ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സംസ്ഥാനമല്ലേ, ഇവിടെ ചില കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വരും. അത് കൂടിയാലോചിച്ച് പോകുക മാത്രമേ മാർഗമുള്ളൂ. റോഡിൻ്റെ കാര്യം എടുക്കും, എന്താ സ്ഥിതി? പഴയതുപോലെയാണോ? ഒരു പഞ്ചായത്തിൽ കുറച്ച് റോഡ് പൊളിക്കുക, അല്ലെങ്കിൽ ഒരു PWD റോഡ് കട്ട് ചെയ്യുക. ഇത് കേരളം മുഴുവൻ കട്ട് ചെയ്യുക. ഇത്രയും ലക്ഷം കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടി 44,000 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്നത് ആദ്യഘട്ടമല്ലേ? നമുക്ക് തന്നെ ഒരു കേട്ടുകളിവ് ഇല്ലാത്ത സംഭവമല്ലേ? ആ നില വന്നപ്പോൾ നമുക്ക് 1,04,400 കിലോമീറ്റർ ദൂരം കേരളത്തിൽ പ്രാദേശികമായ റോഡുകൾ പൊളിക്കേണ്ടി വന്നു. 1,04,000 കിലോമീറ്റർ. ഇത്രയും വലിയ രീതിയിൽ വർക്ക് നടക്കുമ്പോൾ അതൊരു ആക്ഷേപം കണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കാണേണ്ടത് എന്താ? ആ റോഡിൽ നമ്മൾ ഈ സമയം കൊണ്ട്
51,000 കിലോമീറ്റർ റോഡ് ഏകദേശം പൂർത്തിയാക്കുകയും ചെയ്തു. 50% റോഡിന് റെസ്റ്റോറേഷൻ കഴിഞ്ഞു. എന്നാലും 51,000 പകുതി ഇനി നമുക്ക് റെസ്റ്റോർ ചെയ്യാനുണ്ട്. ഇനി ഇതേപോലെ തന്നെ NH എടുത്താലും PWD എടുത്താലും ഇതിനാണ് സ്ഥിതി. ഏകദേശം 3,200 കിലോമീറ്റർ ദൂരമാണ് PWD NH നമുക്ക് പൈപ്പ് ലൈൻ ഇടേണ്ട സ്ഥലം. അതിൽ ഇതിനോടകമായി തന്നെ നമ്മൾ 1,450 കിലോമീറ്റർ പൂർത്തീകരിച്ചു. അതും ബാക്കി നിൽക്കുകയല്ലേ. അപ്പോൾ ആ റോഡ് പണി നടത്തേണ്ടതുണ്ട്, ഈ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ 1, 2, 3 ഫേസിൽ വന്നതിന് തുകയില്ലായിരുന്നു. ഈ സ്കീം നമ്മൾ മാത്രം നടപ്പിലാക്കിയതല്ലല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പിലാക്കുന്നൊരു പദ്ധതിയല്ലേ. പണം അനുവദിച്ചില്ല, പഞ്ചായത്തുകൾ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ലഭ്യമായൊരു സാധ്യത മനസ്സിലാക്കി 15th ഫിനാൻസ് കമ്മീഷൻ്റെ അൺടൈൽഡ് ഫണ്ടും കൂടി ഉപയോഗിക്കാൻ ഒരു പെർമിഷൻ മേടിച്ച് കൊടുത്തപ്പോൾ കുറേ സഹായമാകുമെന്ന് വിചാരിച്ചു, പൂർണ്ണമാകുമെന്ന് വിചാരിച്ചല്ല. പഞ്ചായത്തുകൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകും. അവർ നിരന്തരമായി ആവശ്യം ഉന്നയിച്ചു. വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റുമായി ജല മിഷനുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏതാണ്ട് 1,420 കോടി രൂപ നമ്മളിതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചു. ഇത് ആ റീച്ച് കൊടുക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരിക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താ ഓൺഗോയിങ് കോൺട്രാക്ടേഴ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. രണ്ടാമതൊരു ഘട്ടം എന്താ കാണുന്നത്, ചില പഞ്ചായത്ത് തന്നെ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്താൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാം എന്ന നില നമ്മൾ ഇതിനോട് സ്വീകരിച്ചു. ആ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് 1, 2, 3 4, 5, 6 പ്രശ്നമേ ഇല്ല. ടെൻഡറിനോടൊപ്പം തന്നെ ഈ തുക വെച്ച് ആ വർക്കുകൾ നടന്ന് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടും നിലവിൽ നേരിടുന്നില്ല. അവിടെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചു പോകൽ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇനി കോൺട്രാക്ടേഴ്സ് നടത്തുന്ന വിഷയങ്ങൾ സമരമുഖത്തേക്ക് വരേണ്ട ഘട്ടമായോ? 44,715 കോടി രൂപയുടെ ടെൻഡർ ആവറേജാണ് ഞാൻ പറയുന്നത് നടക്കുമ്പോൾ നമുക്കിപ്പോൾ കാണുന്നത് എന്താ, അതിൽ കുടിശ്ശികയായി കൊടുക്കാനുള്ളത് പറഞ്ഞില്ല 3,392 കോടി രൂപ. ഇത് ടെൻഡർ ചെയ്ത തുകയുടെ 9.47%. PWD മാനുവൽ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് പോലും 10% വരുമ്പോഴാണ് ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡിസ്കഷൻ നടത്തേണ്ടത്. ആ നില വന്നാൽ എവിടെ എത്തും? 1,500 കോടി രൂപയുടെ ടെൻഡർ എടുത്തൊരു വ്യക്തി 3.5 കോടി രൂപയുടെ പാർട്ട് ബിൽ കൊടുത്തിട്ട് ബില്ല് ലഭിക്കുന്നില്ല എന്നുള്ള നിലയിൽ വർക്ക് സ്ലോ ഡൗൺ ചെയ്താൽ നമുക്കത് എങ്ങനെ അംഗീകരിക്കാനാകുക? അത് അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് ഈ പണി ചെയ്യാൻ, അതിനുവേണ്ടി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇത് സുസ്ഥിരമായൊരു പദ്ധതിയാണ്. നമ്മുടെ വടക്കേന്ത്യൻ സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു കണക്കെടുത്തപ്പോൾ എന്താ കണ്ടത്, പൂർണ്ണമാക്കപ്പെട്ട സ്ഥലത്ത് പോലും 30% ജലത്തിൻ്റെ സാധ്യത ഇല്ലാതായി. അത് വീണ്ടും ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി പോകുന്നു എന്നാണ്. ഇവിടെ സസ്റ്റൈനബിളായ സോഴ്സിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. ഇനി അങ്ങനെയുള്ള സോഴ്സ് എവിടെയെങ്കിലും കുറവ് വന്നാൽ അതിനാവശ്യമായ നടപടികളുമായി പോകുന്നതിനുള്ള സ്റ്റെപ്പ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇത് നമുക്ക് പരസ്പരം ആലോചിച്ച് മുന്നോട്ട് പോയി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആലുവ പെരുമ്പാവൂർ റോഡാണ് അൻവർ സാദത്തിൻ്റെ സബ്മിഷനുകളെ മറുപടി പറഞ്ഞത്. ആ റോഡിൻ്റെ കാര്യത്തിലും പ്രത്യേകം പരിശോധിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടായാൽ അതെല്ലാം ഒരു പൊതു പ്രശ്നമായി കണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ പരസ്പരം സഹകരിക്കണം. ഇതിനകത്ത് മറ്റൊരു തരത്തിലും ഒരിടപെടലും ഇതിനകത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു വിഷയമായി കണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സഹകരണമാണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചോ, ഈ പണി ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അവർക്കറിയാം സ്ഥലം എടുക്കുന്നൊരു പ്രധാന വിഷയമല്ലേ. കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് തുണ്ട് ഭൂമി എടുക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് തുണ്ട് ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നു, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നു. വിവിധ തലങ്ങളിൽ അക്വിസിഷൻ നടപടിയിലേക്ക് പോയാൽ നമ്മൾ പറയുന്ന സമയത്ത് സമയബന്ധിതമായി ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ അതിനൊക്കെ സഹകരിച്ച സ്ഥലങ്ങളിൽ നല്ലവണ്ണം സഹകരിച്ച MLA-മാരുണ്ട്. അതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം, ഇല്ലെന്ന് ആക്ഷേപം പറയല്ല. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയാണ് ഇക്കാര്യത്തിൽ ആവശ്യം. പൂർണ്ണമായും സമ്പൂർണ്ണമായും ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്നതിന് സാറേ ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ സാറ് ഞാൻ പറഞ്ഞപ്പോൾ പലതവണ ഇടപെട്ടു, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയൊക്കെ ചെയ്തു.
സാർ അത് ഇതുവരെ PWDക്ക് ആ റോഡ് കൈമാറാൻ സാധിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റി ഇപ്പോഴും വാട്ടർ അതോറിറ്റി കയ്യിൽ, അതാണ് കഴിഞ്ഞ ദിവസം PWD ബോർഡ് വെച്ചിട്ടുള്ള സാഹചര്യം ഉണ്ട്. സാർ ആ റോഡ് സഞ്ചാരയോഗ്യമല്ല, കുണ്ടും കുഴിയുന്നത് വലിയ കുളമായി കിടക്കണം സാർ. അതുകൊണ്ട് അങ്ങ് ഇടപെട്ടു. പക്ഷെ അതിന്റെ റിസൾട്ട് ഇല്ല. ഞങ്ങളെ ജനങ്ങൾ പഴിചാരുന്നു, ഗവൺമെന്റിനെ പഴിചാരുന്നുണ്ട്. അപ്പൊ അത് ഇടപെടണം സാർ. അത് എത്രയും വേഗം പറഞ്ഞല്ലോ, അത് നമുക്ക് എന്തായാലും പ്രത്യേകമായി പരിശോധിക്കാം. അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇത് കാണാതിരിക്കുമോ? ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നല്ല സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പല പ്രാവശ്യമായി. നേരത്തെ എന്തായിരുന്നു സ്ഥിതി? ഞങ്ങൾ എത്രയോ തവണ മീറ്റിംഗ് ഉണ്ട്. ഒരു മീറ്റിങ്ങിലൊന്നും തീരുകയല്ലെന്ന്. പല പ്രശ്നങ്ങളുണ്ട്. ഒരു റോഡ് മാത്രമല്ലല്ലോ, ഓരോ KSEB ആയിട്ട് തർക്കമുണ്ട്. പോസ്റ്റ് ഇടുന്നു ഇടയ്ക്ക്, അത് മാറേണ്ടി വരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്ത് മന്ത്രിതലത്തിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് അത്തരം ഡിസ്കഷൻസ് നടന്നു വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടന്നു വരുന്നുണ്ട്. ഞാൻ സ്ഥലമെടുപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചതല്ല. അങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും MLA മാർ താല്പര്യമെടുത്ത്, പഞ്ചായത്തുകാർ താല്പര്യമെടുത്ത് ഈ സ്ഥലലഭ്യത രൂപപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ പണി ആരംഭിക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണ മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാണേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പോൾ നമ്മൾ 92 പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും ശുദ്ധജല കണക്ഷൻ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. 92 പഞ്ചായത്തുകളിൽ. ഈ വരുന്ന ഡിസംബർ ആകുമ്പോഴേക്കും 100 പഞ്ചായത്തുകളും കൂടി ഇതിൻ്റെ പരിധി കൊണ്ടുവരാനായിട്ട് കഴിയും. നമുക്കതുകൊണ്ട് സമ്പൂർണ്ണമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഡിസ്കഷൻസ് നടത്താം. കോൺട്രാക്ടർമാർക്ക് കാശ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തെ ഒന്നും നിഷേധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണം കണ്ടെത്തേണ്ടതുണ്ട്, അത് നടത്തുന്നുണ്ട്. സെൻട്രൽ ഷെയറിനനുസരിച്ച സ്റ്റേറ്റ് ഷെയർ ഇത് നൽകിയിട്ടുണ്ട്. ധനകാര്യമന്ത്രി ആ കാര്യത്തിൽ സെൻട്രൽ ഷെയർ വന്ന സമയത്തൊന്നും സ്റ്റേറ്റ് ഷെയർ തരായിരുന്നിട്ടില്ല. അതെവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഈ സാമ്പത്തിക ഞെരുക്കത്തിലും കേന്ദ്ര ഉപരോധം തീർക്കുമ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാർ കാണിക്കുന്ന താല്പര്യം കേരള സമൂഹം ഒരുമിച്ച് നന്നായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. നമുക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇക്കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. ഏവരുടെ സഹകരണം ഞാൻ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടില്ല. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പാക്കിയ ഭാരത നിർമ്മാൺ എന്നൊരു ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി അന്ന് നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി NRDWP, അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ജലജീവൻ മിഷൻ പദ്ധതി. സർ, ഇതൊരു മനോഹരമായ ഒരു പദ്ധതിയാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്നത് അങ്ങനെയൊരു വലിയ പദ്ധതിയെ കെടുകാര്യസ്ഥത കൊണ്ട്, മിസ്മാനേജ്മെൻറ്റ് കൊണ്ട്, ഏകോപനമില്ലായ്മ കൊണ്ട്, രൂക്ഷമായ ധനപ്രതിസന്ധി കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കി എന്നതിൻ്റെ കാര്യങ്ങൾ പൊതുസമക്ഷത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ അനൂപ് ജേക്കബ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. സാർ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിതി? ഇവിടെ കേരളത്തിൽ ഈ പദ്ധതി നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 44,715 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇത് ഈ 2024 മാർച്ചിൽ ഇതിൻ്റെ കാലാവധി പൂർത്തിയായി. പ്രോജക്റ്റിൻ്റെ 44,715 കോടി രൂപയുടെ പദ്ധതി 5 കൊല്ലം കഴിഞ്ഞ് കാലാവധി പൂർത്തിയായപ്പോൾ ചെലവഴിച്ചത് എത്രയാ? 2 ഗവൺമെൻറ്റും കൂടി 4/1 പോലും ചെലവഴിച്ചിട്ടില്ല. 9,410 കോടി. അതാണ് പ്രശ്നം. 5 കൊല്ലം കൊണ്ട് 44,715 കോടി ചെലവാക്കി പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കി 54 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതിയിൽ കാലാവധി പൂർത്തിയായപ്പോൾ 4/1 പോലും 2 സർക്കാർ കൂടി ചെലവാക്കിയിട്ടില്ല. ഇതിൽ ഈ 9,410 കോടിയിൽ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 4,748 കോടിയാണ് ഇതുവരെ ചെലവാക്കിയത്. ഇതുവരെ ചെലവാക്കിയിട്ടുള്ള പദ്ധതി അതാണ്. അപ്പോൾ ഇനി ഞാനൊരു ഉദാഹരണം പറയാം. ഈ വർഷം 2024-25 കേന്ദ്ര സർക്കാർ അവരുടെ ഷെയർ വെച്ചിരിക്കുന്നത് 1,949 കോടിയാണ് ആണല്ലോ. തത്തുല്യമായ തുക, ഏകദേശം ചെറിയ വ്യത്യാസം വരുള്ളൂ, കേരള ഗവൺമെൻറ് വെക്കണം. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ബജറ്റിൽ എത്ര വെച്ചിട്ടുണ്ട്? 550 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്.
550 കോടി രൂപ, ഏകദേശം 2000-ഓളം കോടി രൂപ കേന്ദ്രം വകയിരുത്തുമ്പോൾ അത്രയും പണം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടതിന് പകരം ബജറ്റിൽ വെച്ചിരിക്കുന്നത് 550 കോടിയാണ്. ആ ബജറ്റിലെ പകുതി പൈസ പോലും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ബഡ്ജറ്റിലെ തുക ഇതുമായി താതാത്മ്യം ചെയ്യേണ്ടതുണ്ടോ? കാരണം 500 കോടി രൂപ 23-24 വർഷം വെച്ചപ്പോൾ 1207 കോടി രൂപ കൊടുത്തെന്നാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു മിഷൻ മോഡ് പ്രോജക്റ്റ് അല്ലേ? എത്രയാണോ ഷെയർ അത്രയും ഷെയർ കൊടുക്കാൻ തയ്യാറാണ്. അല്ല, ബഡ്ജറ്റിൽ വെക്കുന്ന 500 കോടി മാത്രം പോരാ. ആ 500 കോടി മാത്രം കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റത്തില്ല. എത്ര ഷെയറാണ് നമുക്ക് ആവശ്യമുള്ളത്? പിന്നെ രണ്ടാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ഈ ഒരു വർഷമല്ലേ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ആശങ്കയുടെ ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റുമായി നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുന്ന സന്ദർഭത്തിലും എഗ്രിമെൻറ്റ് വെക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടുന്ന സന്ദർഭത്തിലും ഈ കണ്ടീഷൻസും ധാരണകളുടെ എല്ലാം ഓൺ ഗോയിങ് പ്രോജക്ട്സ് ആണെന്നൊരു ധാരണ, മിഷനുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചാണ് പോണത്. അത് ഈ വർഷം കൂടുതൽ എക്സ്പെൻഡിച്ചർ വരും. ഈ വർഷമായിരിക്കും കൂടുതൽ വരുന്നത്. സാമ്പത്തികമായി കൂടുതൽ പണം സ്റ്റേറ്റ് കണ്ടെത്തേണ്ടി വരുന്ന വർഷം ഇത് തന്നെയായിരിക്കും. നല്ല ബോധ്യം അക്കാര്യത്തിലുണ്ട്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. 500 രൂപയേ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് സെൻട്രൽ ഷെയർ എത്രയാണെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അറിയാം. സെൻട്രൽ ഷെയർ 2000 കോടിയോളം രൂപ വരുമ്പോൾ സ്റ്റേറ്റ് ഷെയറിൽ ബജറ്റ് അലോക്കേഷൻ 550 കോടി രൂപ വയ്ക്കുന്നത് എന്ത് ബജറ്റ് മാനേജ്മെൻറ്റാണ്? എന്ത് ഫിസ്ക്കൽ മാനേജ്മെൻറ്റാണ്? ഈ വലിയ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. സർ, ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ ശ്രീ അനൂപ് ജേക്കബ് ഭംഗിയായി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോപ്പർ സർവേ നടത്താതെ, പ്രോപ്പർ എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെ ആണ് ഇത്രയും വലിയൊരു പദ്ധതി സംസ്ഥാന സർക്കാരും വാട്ടർ അതോറിറ്റിയും സമർപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പദ്ധതിയായി, പ്രായോഗികമായൊരു പദ്ധതിയായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു മുന്നൊരുക്കവും നടത്താതെ വെറുതെ ഗൂഗിൾ മാപ്പിംഗ് നടത്തിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ മെഗാ പ്രോജക്റ്റ് കേരളത്തിലെ കുടിവെള്ള വിതരണ രംഗത്ത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു പ്രിപ്പറേഷനും ഇല്ല, പ്രോപ്പർ എസ്റ്റിമേറ്റും ഇല്ല. ഒരു തട്ടിക്കൂട്ട് പദ്ധതിയായിട്ടാണ് ഇത് കൊടുത്തത്. സാർ, ഇതിൻ്റെ തടസ്സങ്ങൾ എന്താ? ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട തടസ്സമാണ്. പിന്നെ ഈ പദ്ധതി വെറുതെ പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, കുറേ പൈപ്പിട്ട് വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്താൽ സോഴ്സ് എവിടുന്ന? വെള്ളം എവിടുന്ന? വെള്ളമില്ലാതെ, സോഴ്സ് ഇല്ലാതെ അതിനെന്തൊക്കെ വേണം? ശുദ്ധീകരണശാലകൾ വേണം, വേണ്ടേ? പമ്പിംഗ് മെയിൻ വേണം, ടാങ്കുകൾ വേണം. ഇതൊന്നും ഇല്ലാതെ കുറേ 10-20 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തെന്ന് പറയാം. കണക്ഷൻ കൊടുത്താൽ പൈപ്പിൽ കൂടി ശുദ്ധജലമല്ല വരുന്നത്, ശുദ്ധവായു വരും. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് പോയിന്റ്. ശുദ്ധജലത്തിന് പകരം ശുദ്ധവായു വരും. അപ്പോൾ ഈ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ 33 പദ്ധതികൾ ഇല്ലാതായി. നടക്കുന്ന പദ്ധതികൾ ഭാഗികമായി തടസ്സപ്പെട്ടു. അപ്പോൾ സോഴ്സ് ഇല്ലാതെ കണക്ഷൻ 54 ലക്ഷം പേർക്ക് കണക്ഷൻ 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ കൊടുത്തെന്ന് വെച്ചോ, എവിടെന്നാ വെള്ളം? അതാണ് ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞത്. ഈ കണക്ഷൻ കൊടുക്കും തോറും നിലവിലുള്ള കണക്ഷനിൽ പോലും വെള്ളം കിട്ടാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവും. അതാണ് ഇപ്പം കരാർ കുടിശ്ശിക ഈ 9,000 കോടി രൂപ ചെലവാക്കിയപ്പോൾ കരാർ കുടിശ്ശിക 3,281 കോടിയാണ്. ഞാൻ മന്ത്രിക്ക് നോട്ട് തന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കുക. കാരണം അതിൻ്റെ അകത്തൊരു സെൻറ്റൻസ് ഉണ്ട്, അങ്ങ് വായിച്ചതിൽ. ഈ 3,281 കോടി എന്ന് പറയുന്നത് മൊത്തം പദ്ധതിയുടെ, മൊത്തം പ്രോജക്റ്റിൻ്റെ 9% മാത്രമാണ്. അതായത് 44,000 കോടി രൂപയുടെ 9% മാത്രമാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളതെന്ന് പറയാണ്. എത്ര ചിലവാക്കിയപ്പോഴാണ്? 4/1 പോലും ചിലവാക്കാത്തപ്പോൾ 9,000 കോടി ചിലവാക്കിയപ്പോഴാണ്. അപ്പോൾ ഏകദേശം 35% കരാർ കുടിശ്ശിക. എല്ലാ കരാറുകാരും ഇനി ജലജീവൻ മിഷൻ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആ പദ്ധതി ഡീറെയിൽഡായി, പദ്ധതി പാളം തെറ്റി. ഇത്രയും വലിയ തുക കൊടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ചാണ് നിങ്ങളുടെ പ്രോഗ്രസ്. നിങ്ങളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന പ്രോഗ്രസ് കുറവാണ്. നിങ്ങൾ ശുദ്ധീകരണ ശാലകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് കുറവാണ്. പമ്പിംഗ് മെയിൻ കുറവാണ്. ടാങ്കില്ല.
സോഴ്സ് ഉണ്ടാക്കാനുള്ള പദ്ധതികളൊന്നുമില്ല. മേജറായിട്ടുള്ള പോർഷൻ ഈ പ്രോജക്റ്റിൻ്റെ മേജറായിട്ടുള്ളൊരു 75-80% നിങ്ങൾ ടച്ച് ചെയ്തിട്ടില്ല. അതിനു മുമ്പാണ് 3281 കോടി രൂപയുടെ ഈ പറയുന്ന ഈ കുടിശ്ശിക വന്നിരിക്കുന്നത്. സർ, ശരിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ബജറ്റിൽ വെച്ചിരിക്കുന്നത് 550 കോടിയാണെങ്കിലും കൂടുതൽ കൊടുക്കാം, സപ്ലിമെൻ്ററി ഒക്കെ കൊടുത്ത് കൂടുതൽ കൊടുക്കാം. ശരിക്കിനി 2 ഗവൺമെൻറ് കൂടി കൊടുക്കാനുള്ള എത്രയാ? 30,000 കോടി. സ്റ്റേറ്റ് ഗവൺമെൻറ് 15,000 കോടി കൊടുക്കണം. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 15,000 കോടി കൊടുക്കണം സ്റ്റേറ്റ്. 2 വർഷമാണെങ്കിൽ കൊണ്ടാണ് നിങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വർഷം 7,500 കോടി ആവില്ലേ? 550 കോടി വെച്ചിട്ടാണ് 7,500 കോടി വെക്കേണ്ട സ്ഥലത്ത് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്ത് യുക്തിയാണ് ഇതിൻ്റെ അകത്തുള്ളത്? എന്ത് സാമ്പത്തിക മാനേജ്മെൻ്റാണ് ഇതിനകത്തുള്ളത്? ഇവിടെ പല കാര്യത്തിലും നമുക്കറിയാം, സെൻട്രൽ ഷെയർ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഗ്രാൻഡ് കിട്ടി, നമ്മൾ മാച്ചിങ് ഗ്രാൻഡ് കൊടുത്ത്, മാച്ചിങ് ഗ്രാൻഡിൻ്റെ സെൻട്രലിൽ നിന്ന് തന്ന പൈസയുടെയും നമ്മുടെ മാച്ചിങ് ഗ്രാൻഡിൻ്റെയും എക്സ്പെൻഡിച്ചർ, അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും ഓഡിറ്റ് റിപ്പോർട്ടും കൊടുത്താൽ മാത്രമാണ് അടുത്ത ഗ്രാൻഡ് വരുന്നത്. എന്നിട്ടാണ് നമുക്ക് മാച്ചിങ് ഗ്രാൻഡ് വയ്ക്കുന്നത്. പ്രോപ്പറായിട്ട് ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും ഈ ഓഡിറ്റ് റിപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രോഗ്രസ് ഇല്ലാതെ സർ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു തരത്തിലും ഇത് ചെയ്യാത്ത രീതിയിലാണ്. പിന്നെ റോഡുകളുടെ കാര്യം, റോഡുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സമ്മതിച്ചു, ഇനി 55,000 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ കിടക്കുക. ഇപ്പോൾ അൻവർ സാദത്തിൻ്റെ കാര്യം പറഞ്ഞ അദ്ദേഹം നിരന്തരം മീറ്റിങ്ങാണ്, 8 മാസമായിട്ട് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ, നോ ഔട്ട്കം, ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വാട്ടർ അതോറിറ്റി, അത് മന്ത്രി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ പറയണത്, ഒരു നിർദ്ദേശം വെച്ചു, ഗംഭീര നിർദ്ദേശം. എന്താ? പഞ്ചായത്തുകൾ, ലോക്കൽ ബോഡികൾ അവരുടെ പ്ലാൻ ഫണ്ട് കൊണ്ട് ഇതങ്ങ് ചെയ്യുക, എന്നിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്യാം. ഇവിടെ LSD മിനിസ്റ്റർ ഇല്ല. അല്ലല്ല, പ്ലീസ്, ഞാൻ തീർക്കട്ടെ ആ പോയിന്റ്. എന്നിട്ട് പറയാണ് ഏത് പ്ലാൻ ഫണ്ട്? കഴിഞ്ഞ വർഷം 1ാം ഗഡുവാണ് കൊടുത്തത്, 2ാം ഗഡുവും 3ാം ഗഡുവും കൊടുത്തിട്ടില്ല. ആ പ്ലാൻ ഫണ്ട് വെച്ചിട്ടാണോ പഞ്ചായത്തിന് അവരുടെ പദ്ധതി നടപ്പാക്കാനുള്ള പൈസയില്ല, ഒരു ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അപ്പോഴാണ് ജലജീവൻ മിഷന് വേണ്ടി കുത്തിപ്പൊളിച്ചിരിക്കുന്ന റോഡ് പഞ്ചായത്ത് ആദ്യം ചെയ്യും, പിന്നെ റീഇംബേഴ്സ്. അപ്പം അത് ഞാൻ പറയുന്നത് അത് പ്രായോഗികമല്ല. റോഡുകൾ മുഴുവൻ നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു കമ്പോണൻ്റാണ്, അതുകൂടി മനസ്സിലാക്കി, ഈ പദ്ധതിയുടെ ഒരു കമ്പോണൻ്റാണ് റിസ്റ്റോറേഷൻ. ആദ്യത്തെ 2 ഘട്ടത്തിൽ ഇല്ലാന്നേ ഉള്ളൂ, പിന്നീടുള്ള എല്ലാ ഘട്ടത്തിലും ഈ പദ്ധതി ഏത് പദ്ധതിയാണ് അങ്ങനെ അല്ലാത്തത്? പൈപ്പ് കുഴിച്ചിടാനുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഒരു മേജർ കമ്പോണൻ്റ് എന്താ? അതെ, തെറ്റിദ്ധരിക്കരുത്, അതല്ല ഞാൻ പറഞ്ഞത്. 1, 2, 3 ആ ഘട്ടങ്ങളിൽ ആണ് നമുക്ക് റിസ്റ്റോറേഷൻ തുക ഇല്ലായിരുന്നത്. ആ ഇല്ലാതിരുന്ന ഘട്ടങ്ങളിൽ ഉള്ള റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇപ്പോൾ 1,340 കോടി രൂപ ആ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതാത് പഞ്ചായത്തുകൾക്കോ ആ കോൺട്രാക്ടർക്കോ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പഞ്ചായത്തുകൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം, ആവശ്യം അവരുടെ സ്ഥലങ്ങളിൽ ആ കോൺട്രാക്ടർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഇത് പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഘട്ടത്തിലെ ഈ പറയുന്ന 4, 5, 6 അല്ല, ആദ്യ ഘട്ടത്തിലെ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ തുക ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞത്, ശരി പഞ്ചായത്ത് ചെയ്യുക, ആ തുക അങ്ങോട്ടേക്ക് മാറ്റിത്തരാം, അതാ പറഞ്ഞത്. അല്ല ചെയ്തിരുന്നില്ല. ഒരു കാര്യമാണ് പ്രതിഷേധമുണ്ട്. പിന്നെ 51,000 കിലോമീറ്റർ ഞാൻ പറഞ്ഞ ഇത്രയും വർക്ക് ഒരുമിച്ച് നടക്കുന്നൊരു സ്റ്റേറ്റിൽ 51,000 കിലോമീറ്റർ തീർന്നു എന്ന് പറയുന്നത് തീരാനുണ്ട്, ഇല്ലെന്ന് നിഷേധിക്കുകയല്ല. കുടിശ്ശിക അതും തെറ്റിദ്ധാരണജനകമായി പറയരുത്. 44,000% ഞാൻ പറഞ്ഞ കണക്കല്ല. ഒരു സിംഗിൾ വർക്ക് ഒരു 1,000 കോടി രൂപയുടെ വർക്ക് എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്ന് വിചാരിക്കുക, ഒരു 3.25 കോടി രൂപയുടെ ബില്ല് കുടിശ്ശിക വന്നു എന്ന നിലയിൽ ആ വർക്ക് നിർത്തിയാൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊരു പ്രതിസന്ധി നേരിടുന്നത്? അതെല്ലാം MLA-മാരും നോക്കണം. അതേക്കുറിച്ചല്ല പറഞ്ഞത്. സാറേ, മന്ത്രി തന്നെ ഈ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എന്താ? ആദ്യത്തെ 2 ഘട്ടത്തിലും റോഡ് റെസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള കമ്പോണൻ്റ് ഉണ്ടായിരുന്നില്ല. ഒരു നാട്ടിൽ റോഡ് കുഴിച്ചിടാൻ പോകുമ്പോൾ, റോഡ് കുഴിച്ച് പൈപ്പിടാൻ പോകുമ്പോൾ ആ റോഡ് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോണൻ്റ് വെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പ്രോജക്റ്റാണ്? നമ്പർ 1. എന്നിട്ട് പറയാണ് ആ 1ഉം 2ഉം ഘട്ടത്തിൽ റോഡ് കുഴിച്ചതിൻ്റെ കൊടുക്കാമെന്ന്. എന്നാണ് 1ഉം 2ഉം ഘട്ടം? 2020, 2021, 2022. അതായത് 3 കൊല്ലം മുമ്പ് റോഡ് കുഴിച്ചതിൻ്റെ പൈസ ഇനി വേണമെങ്കിൽ തരാമെന്ന്.
എന്നാണ് പറയുന്നത്. അതാണ് ഈ പദ്ധതിയിൽ സംഭവിച്ചിരിക്കുന്ന. കേരളം മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും പൈപ്പ് കിട്ടി, ഇത്രയും കണക്ഷൻ കിട്ടി. ആ കണക്ഷനിൽ വെള്ളമുണ്ടോ? സോഴ്സ് ഇല്ല, പദ്ധതികളില്ല, ശുദ്ധീകരണശാലകളില്ല, ഓഗ്മെന്റ് ചെയ്യുന്നില്ല. നിലവിലുള്ള പദ്ധതികളൊന്നും ഓഗ്മെന്റ് ചെയ്തില്ല. അതാണ് അനൂപ് ജേക്കബ് പറഞ്ഞത്. നിലവിലുള്ള പദ്ധതിയിൽ നിന്ന് തന്നെ എടുത്ത് കണക്ഷൻ കൊടുത്തിരിക്കുക. നിലവിലുള്ള കണക്ഷൻ മന്ത്രി പറഞ്ഞു 17 ലക്ഷം, 19 ലക്ഷം കണക്ഷൻ പുതിയത് കൊടുത്തിരിക്കുകയാണ്. നിലവിലുള്ള പദ്ധതികൾ പോലും എല്ലായിടത്തും വലിയ ഡിമാൻഡാണ്. ഓഗ്മെന്റേഷൻ വേണം, അതിൻ്റെ വർദ്ധിപ്പിക്കണം, അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. ആ ഓഗ്മെന്റേഷൻ സ്കീം പോലും ഇപ്പോൾ ആലുവ, തൃക്കാക്കര ഇവിടെ കിൻഫ്രയായിട്ടുള്ളൊരു തർക്കമുണ്ട്. 192 MLDയുടെ ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാണ് കിൻഫ്രയ്ക്ക് അവർ തടസ്സമായി നിൽക്കുന്നത് പ്രോജക്റ്റിന്. അപ്പോൾ ആ പ്രോജക്റ്റുകളൊന്നും, നോർമൽ കോഴ്സിലുള്ള പ്രോജക്റ്റുകളൊന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. സർക്കാരിന് അതിൻ്റെ അകത്ത് മറുപടിയില്ല, സൊല്യൂഷനില്ല, ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ നടപടിയില്ല. അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ജനപ്രതിനിധികളൊക്കെ വളരെ കാര്യമായി തന്നെ സഹകരിച്ച് കേരളത്തിൽ, രാജ്യത്ത് തന്നെ, പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ പ്രതീക്ഷ ഉണർത്തിയ ഒരു പദ്ധതിയാണ് നമ്മളിന്നിവിടെ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീ അനൂപ് ജേക്കബ് അത് വരച്ച് കാണിക്കുകയുണ്ടായി. ഈ പദ്ധതി ഉണ്ടാക്കിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിൽ വേണ്ടത്ര കേന്ദ്ര ഫണ്ട് ഉണ്ട്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന് പിന്നീട് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കാര്യമായി ഇന്ത്യയിൽ മുഴുവൻ വില്ലേജുകളിൽ വെള്ളം കൊടുക്കുന്ന അതിന് ധാരാളം ഫണ്ടുണ്ട്, നടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ നമുക്കൊക്കെ ഉണ്ടായി. സർ ഇവിടെ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചത് ഈ ഒഴുകി പോകുന്ന വെള്ളം തടുത്ത് നിർത്തി അല്പം കൂടി സോഴ്സിൽ വെള്ളമൊക്കെ ഉണ്ടാക്കി അവിടുന്ന് വെള്ളം എടുക്കാനുള്ള സംവിധാനം, അതിനൊക്കെ പണം വേണം, ഫണ്ട് ചിലവാക്കണം, അതിനുള്ള ഫണ്ട് കിട്ടും. അങ്ങനെ പുതിയ ഒരു പദ്ധതി തന്നെ, നല്ലൊരു പദ്ധതി തന്നെ കേന്ദ്ര ഗവൺമെൻറ് ധാരാളം ഫണ്ടുമായിട്ട് വലിയൊരു റവല്യൂഷൻ തന്നെ നമ്മുടെ കുടിവെള്ള കാര്യത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് കരുതിയത്. ആ ഉത്സാഹത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നമ്മളൊക്കെ വളരെ സഹകരിച്ച് ഈ പദ്ധതിയിലൂടെ ഇതൊരു നടക്കാൻ പോകുന്ന ഫണ്ടുള്ള ഒരു കാര്യമാണ് എന്ന് ധരിച്ച് നീങ്ങിയത്. പക്ഷേ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിൽ ഈ ശുദ്ധീകരണശാലയുടെയും പ്ലാന്റും ടാങ്കും എല്ലാം പണി ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്താ, പൊതുജനം തെറ്റിദ്ധരിക്കരുത്, ഇത് പാളിപ്പോകും, നടക്കില്ല എന്നൊരു മെസ്സേജ് കൊടുക്കുന്നത് ഗുണകരമാണോ എന്ന് ചിന്തിക്കുക. ഒറ്റ സെക്കൻഡ്. ഇപ്പം പഞ്ചായത്ത് ഇവിടെ ചോദിച്ചപ്പോൾ ശ്രദ്ധിച്ചു, എന്തുകൊണ്ടാണ് 1ഉം 2ഉം ഘട്ടം വന്നപ്പം പഞ്ചായത്തുകളുടെ റോഡ് പൊളിച്ചത് അറിയില്ലായിരുന്നോ, അത് ചെയ്യാൻ പദ്ധതി വേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിത പദ്ധതിയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ആ ഫേസിൽ ഇത് കൊടുത്തിരുന്നില്ല, ഇപ്പോഴും നടക്കുന്നില്ല. നമ്മൾ മാത്രം പുറകിൽ പോയി നേടിയെടുത്താണത്. 25% പദ്ധതി പഞ്ചായത്താണ് ചെലവഴിക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്തുകളുടെ സ്ഥിതി അനുസരിച്ച് എഗ്രിമെൻറ്റിൽ പഞ്ചായത്ത് അംഗീകരിച്ചാണല്ലോ ഈ വർക്ക് ആരംഭിച്ചത്. ഏതെങ്കിലും പഞ്ചായത്ത് 25% ചെലവഴിച്ചോ? അപ്പോൾ പഞ്ചായത്തിന് ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിലും അത് മെറ്റ് ചെയ്ത് ഗവൺമെൻറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണല്ലോ കാണുന്നത്. അത് കാണാതെയാണല്ലോ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തുകളെ സംരക്ഷിക്കൽ നമുക്ക് ആവശ്യമാണ്. തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനാണ്, സംശയം ജനങ്ങളിലുണ്ടാകാതിരിക്കാൻ മാത്രമാണ്. പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, അതല്ല, ഈ പദ്ധതിയെക്കുറിച്ച് തുടക്കത്തിലുണ്ടായിരുന്ന ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി, ഒരു അടി കിട്ടി. എന്തോ നടക്കുന്ന കാര്യത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വന്നല്ലോ. നമ്മളിപ്പോൾ എക്സ്ക്യൂസുകൾ തിരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പഞ്ചായത്താണേലും നമ്മൾ തന്നെ ബഡ്ജറ്റല്ലേ ഫണ്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ടുണ്ടാക്കാൻ കഴിയുന്നതിന് പരിമിതിയില്ലേ? പറയുന്ന ഓരോ ആവശ്യത്തിനും പണം ചെലവഴിക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ടോ? അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ
ചിലവഴിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ ആ സ്കീം കുറച്ച് കൊടുക്കുന്ന വെള്ളം എടുക്കുന്ന വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ കുറഞ്ഞ ചിലവാണ്. എന്നാൽ കേരളത്തിൽ ഇതിന് ഇത്രയധികം കേന്ദ്ര ഫണ്ട് കിട്ടുന്ന ഒരു പദ്ധതിക്ക് മാച്ചിങ് ഗ്രാൻഡ് നമ്മൾ കാണേണ്ടതല്ലേ? ഈ ചോദ്യം നരേന്ദ്രമന്ത്രിയോട് ചോദിക്കേണ്ടതാണ്. ഫണ്ടില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. മാച്ചിങ് ആയിട്ടുള്ള ഫണ്ട് നമ്മൾ കൊടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ധാരാളം ഫണ്ട് കിട്ടുമ്പോൾ അത് നമുക്ക് അങ്ങേയറ്റം ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫണ്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കേരള ഗവൺമെൻറ് കണ്ട് അതിനുള്ള ഫൈനാൻസ് വെക്കണ്ടേ? അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു റോഡുണ്ട്, നല്ല റോഡാണ്, ഒരുപാട് ഫണ്ട് ചിലവഴിച്ച റോഡ് വരാൻ പോവാണ്. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് ഫണ്ട് കെട്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പണിയേ നടക്കുന്നില്ല. അപ്പോൾ ആകെ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അഥവാ ഈ പൈപ്പിൻ്റെ കാര്യം ചെയ്യാതെ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ അടുത്ത് തന്നെ വരും, നന്നാക്കിയ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിക്കും. അതുകൊണ്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. സർ, ഇതിനൊക്കെ ഫണ്ട് നേരത്തെ നമ്മൾ കണ്ട് അതിനനുസരിച്ച് ഇത്രയും വലിയൊരു പദ്ധതി വന്നിരിക്കുന്നു. കുടിവെള്ള രംഗത്ത് നമുക്ക് റവല്യൂഷൻ തന്നെ ഉണ്ടാക്കുക. അതിനനുസരിച്ച് ഒരു ഫണ്ട് കണ്ട് അതിന് പ്രയോറിറ്റിയായി ഫണ്ട് കണ്ട് വെക്കണ്ടേ? ഇതിൻ്റെ പിന്നെ ഓരോ ഘടകങ്ങളും പഞ്ചായത്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, കേരള ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, ഇത് കണ്ടെത്തി അതിൻ്റെ ആ മാനേജ്മെൻറ്റ് മന്ത്രിക്ക് ഉത്സാഹമില്ലാത്തതുകൊണ്ടോ നോക്കായിട്ടോ ആണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പ്രൊഫഷണലായിട്ട് ഇത് നോക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥന്മാർ, ടീം, അവരൊക്കെ ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ അതിനനുസരിച്ച് ഉത്സാഹപൂർവ്വം അതിൻ്റെ മാനേജ്മെൻറ്റും അതിലൊരു പ്രൊഫഷണലിസമൊക്കെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ, അതിനനുസരിച്ച് ഫണ്ടും കൊടുത്തിരുന്നുവെങ്കിൽ ഈ പദ്ധതി വലിയ റവല്യൂഷൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ ഇത്രയും നല്ലൊരു പദ്ധതി വന്നത്, അതാണ് അടിയന്തര പ്രമേയത്തിന് നിദാനമായ സംഗതി. ഇത്രയും വലിയൊരു പദ്ധതി വന്നിട്ട് ഇപ്പോൾ അത് സ്ട്രക്കായിരിക്കുന്നു, ബ്ലോക്കായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ്. ഇതും നടക്കാതെ പോവുകയാണോ എന്നുള്ള ആശങ്കയുണ്ട്, സ്തംഭനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഗവൺമെൻറ് ഇതിൻ്റെ കുടിവെള്ളമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമുക്കൊരുപാട് വെള്ളം മഴക്കാലത്ത് വരും, പുഴയിലൂടെ പോവും, അല്പമൊക്കെ എവിടെയെങ്കിലും തടയണയും ബാക്കിയുള്ളതൊക്കെ കെട്ടി ഉണ്ടാക്കി സോഴ്സിൽ വെള്ളം കൂട്ടി അത് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട്, അതിനുള്ള റിസോഴ്സസൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതിനല്പം ഫണ്ട് കണ്ടെത്തി ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടണം. ആ കാര്യം ചർച്ച ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് അനുവദിക്കാത്തതിൽ പ്രതിഷേധിക്കണം. സാറ് 44,000 കോടിയുടെ പദ്ധതി 9,000 കോടി ആയിട്ടുള്ളൂ കാണുമ്പോൾ തന്നെ എവിടെയോ കുഴപ്പമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇതിലെ സോഴ്സിനെ സംബന്ധിച്ച് അഡീഷണൽ സോഴ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ റെസ്റ്റോറേഷൻ, റോഡ് റെസ്റ്റോറേഷൻ, ഇത്തരം കാര്യങ്ങളിലുള്ള ഏകോപനമില്ലായ്മ വളരെ ക്ലിയറാണ്. ഈ വിഷയം ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് ഞാനൊരു കക്ഷിയുമാണ്. സാർ, ഇവിടെ ഈ ധനകാര്യ പിന്തുണ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ അങ്ങ് തന്നെ നൽകിയ മറുപടി, കഴിഞ്ഞ 12-ാം തീയതി നൽകിയ മറുപടിയാണ് 1092 ചോദ്യം. അതിൻ്റെ അകത്ത് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാച്ചിങ് ഗ്രാൻഡ് വെക്കുന്നതിന് കാലതാമസം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വിഹിതത്തിൻ്റെ തുടർന്നുള്ള ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭ്യമായിട്ടില്ല എന്ന് ഗവൺമെൻറ് തന്നെ നൽകിയ മറുപടിയിലാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് ആണ് ഈ വർക്ക് നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ആനുപാതികമായ തുക സമയബന്ധിതമായി നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. സർ, പ്രിയപ്പെട്ട അത് സൂചിപ്പിച്ചത് 2024-25 ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ 1935 കോടി കേന്ദ്ര ഗവൺമെൻറ് വെച്ചു. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വന്നു, അതിൻ്റെ മാച്ചിങ് ഗ്രാൻറ്റ് കൊടുത്തു. ആ 23-24 നമുക്ക് അവസാനം വന്നത് ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട തുകകളൊക്കെ ലഭിക്കാതെ കടമെടുപ്പ് പരിധിയെ പോലും ചോദ്യം ചെയ്യപ്പെട്ട സ്ഥലത്ത് ഒരു സ്ട്രഗിളിംഗ് ഉണ്ടായി. അതുണ്ടായാലും അതിൻ്റെ അർത്ഥം ഈ പണം കൊടുക്കില്ലെന്നല്ല, അത് വീണ്ടും നമ്മൾ കൊടുത്തു തുടങ്ങി. അതിനകത്തൊന്നും ഒരു കുറവും വരില്ല, ആ വിഷയങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ മുഴുവൻ തുകയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് ശേഖരിച്ചുള്ള ഈ പദ്ധതി നടക്കും. ഒരു പോസിറ്റീവായി ഇതിനെ കണ്ടാൽ മതി. ഈ സംശയങ്ങളെല്ലാം യാതൊരു സംശയവും വേണ്ട, വരുന്ന 6-7 മാസക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ വർക്ക് ഗംഭീരമായി കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. സാറേ, ഇനിയുള്ള ഈ സമയം കൊണ്ട് ഗംഭീരമായി വർക്ക് നടപ്പിലാക്കുമെന്ന് അങ്ങ് പറഞ്ഞാൽ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം 4 വർഷം കൊണ്ട് ഈ പദ്ധതി 40% പോലും പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനത്ത് ഇനി ശേഷിക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കും? പ്ലീസ് അങ്ങനെ എടുക്കണ്ട പ്ലീസ്.
പദ്ധതി ഈ പദ്ധതി നടപ്പിലായില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങനെ തള്ളിയതാണ്, ഭംഗിയായി പൂർത്തിയാവണം എന്നുള്ളതുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരും ഈ വിഷയത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ 3 വർഷം എത്ര മീറ്റിങ്ങുകൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്, അങ്ങ് പരിശോധിച്ച് നോക്ക്. ഇപ്പൊ വിളിക്കാറില്ല. എന്താണെന്നറിയാം, ഒരു റിസൾട്ടും ഇല്ല. ഉദ്യോഗസ്ഥർ വന്ന് വെറുതെ ഇരുന്നോട്ട് പോകും. ഒരു കാര്യം പറഞ്ഞാലും ഒന്നിനും ഫണ്ടില്ല, ഒരു കാര്യമില്ല. പിന്നെ എങ്ങനെ ചെയ്യാൻ കഴിയും ബഹുമാനപ്പെട്ട മന്ത്രി? അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ നടത്തരുതെന്നുള്ളതല്ല, നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സർക്കാരിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചത്. സാറ്, പഞ്ചായത്ത് റോഡുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് റോഡുകൾ പഞ്ചായത്ത് ചെയ്തോളും എന്ന് പറഞ്ഞിരുന്നാൽ നടക്കുന്ന വിഷയമല്ല. പഞ്ചായത്ത് റോഡുകളിൽ അടിയന്തരമായി ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ വലിയ രീതിയിൽ അപകടങ്ങൾ വരും ദിവസങ്ങളിൽ ആവർത്തിക്കുമെന്നത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ധനകാര്യ വകുപ്പിന്റെ വലിയൊരു പിടിപ്പുകേടും ശ്രദ്ധക്കുറവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തത് ഗവൺമെന്റ് ആവശ്യമായ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ബൃഹത്തായ ഒരു പദ്ധതി ഇന്ന് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്.